എല്ലാവരും ചേർന്നു സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഭക്തി പാലിക്കാൻ, ശക്തി പ്രാപിക്കാൻ, മുക്തി നേടിടാൻ പരിശുദ്ധനെ തേടാം. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്തന സ്നേഹിതരേ, യേശുവേ തിരുപ്പാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. യേശുവേ തിരുപ്പാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്ത നിത്യതയുടെ ഇടുക്കുവാതിൽ എന്നുള്ളതാണ്. യേശു ഈ ഭാഗത്ത് 3 പ്രധാന ആത്മീയ പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ചോദിക്കുക, തേടുക, മുട്ടുക. ദൈവം ദൂരെയുള്ള ഒരാളല്ല, ഒരു സ്നേഹമുള്ള പിതാവാണ്. ഒരു കുഞ്ഞ് അപ്പനോട് അപ്പൻ ചോദിക്കുമ്പോൾ അപ്പൻ കല്ല് കൊടുക്കുകയില്ല. അതുപോലെ ദൈവം നമ്മെ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയിലൂടെ ആരംഭിക്കുകയും തുടരുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മനുഷ്യർ ചെയ്യേണ്ടതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ അവർക്കും ചെയ്യുവീൻ എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വലിയ സാരാംശമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. യേശുവിൻ്റെ ശിഷ്യർ സ്വാർത്ഥമായി ജീവിക്കുന്നവരല്ല, സ്നേഹത്തിൽ ജീവിക്കേണ്ടവരാണ്. യേശു 2 വഴികളെക്കുറിച്ച് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നു. ഒന്ന്, വിശാലവാതിൽ. അത് നാശത്തിൻ്റെ വഴിയാണ്, എളുപ്പമുള്ളതും ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ പിന്തുടരുന്നതും പലരും സഞ്ചരിക്കുന്നതുമായ വഴി. എന്നാൽ അതിൻ്റെ അവസാനം നാശമാണ്. 2, ഇടുക്കുവാതിലാണ്. അത് ജീവൻ്റെ വഴിയാണ്, പ്രയാസമുള്ളതും അനുസരണയോടും വിശുദ്ധിയോടും കൂടെ സഞ്ചരിക്കേണ്ടതുമായ വഴി. ഈ വഴി നമ്മെ നിത്യജീവങ്കിലേക്ക് നയിക്കുന്നു. ഇതാകുന്നു നിത്യതയുടെ ഇടുക്കുവാതിൽ. ഈ വഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ പാപം ഉപേക്ഷിക്കണം, സ്വയത്തെ നിഷേധിക്കണം, യേശുവിനെ പിന്തുടരണം. ഇത് എളുപ്പമുള്ള മാർഗമല്ല, എന്നാൽ അതാണ് സത്യമായ വഴി. പ്രിയരെ, ഈ നോമ്പ് നാളിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതു വഴിയിലാണ്? ലോകത്തിൻ്റെ വിശാല വഴിയോ അതോ യേശുവിൻ്റെ ഇടുങ്ങിയ വഴിയോ? നിത്യജീവിതം ആഗ്രഹിക്കുന്നവർ ഇടുക്കുവാതിൽ തിരഞ്ഞെടുക്കണം. ഈ നോമ്പ് നാളുകളിൽ ഇടുക്കുവാതിൽ തിരഞ്ഞെടുക്കുവാൻ, ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുവാനും തിരഞ്ഞെടുക്കേണ്ടവയെ തിരഞ്ഞെടുക്കുവാനും നമ്മെ തന്നെ നമുക്കൊരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, വിശാലമായ ലോകവഴിയിൽ നിന്നും തന്നെ രക്ഷിച്ച നിത്യത്തിലേക്കുള്ള ഇടുക്ക വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.